ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമെന്നൊരു കമൻറ്റ് വന്നിരുന്നു. ഫുൾ ഡേ ഒന്നുമില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ദോശമാവാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അത് ഞാൻ ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി വെച്ചു. മക്കൾ എണീറ്റിട്ടുണ്ടായില്ല. ഞാൻ ചായക്ക് ആക്കി കഴിഞ്ഞിട്ടാണ് മക്കളെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പ്ലാൻ അങ്ങോട്ട് മാറ്റി ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. അതങ്ങോട്ട് സെറ്റ് ചെയ്ത് അവിടെ വച്ചാൽ പിന്നെ അതവിടെ നിന്ന് ആയിക്കോളുമല്ലോ. അപ്പോൾ ഞാൻ വെണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാല് തിളച്ചു. അപ്പോൾ ഞാൻ ഈ മാറ്റി വെക്കുന്നത് എനിക്ക് മധുരമില്ലാത്ത ചായക്ക് വേണ്ടിയിട്ടാട്ടോ. എനിക്ക് ഷുഗറൊന്നുമില്ല, എന്നാലും ഞാൻ മധുരം കുറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ള ചായയിൽ പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് ചായ സെറ്റാക്കി. ഹസ്ബൻഡിനാണെങ്കിൽ എണീറ്റ് വന്ന ഉടനെ ചായ വേണം. അപ്പം ഞാനിങ്ങനെ ചായ തിളപ്പിച്ചിട്ട് ഒരു ഇതിനകത്ത് ഒഴിച്ച് അവിടെ അടച്ചു വെക്കും. അപ്പോൾ ആൾ വന്നിട്ട് എടുത്ത് കുടിച്ചോളും. വേറെ വല്ല പണിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടങ്ങാറാക്കില്ല. അപ്പോൾ ഞാൻ ആ ചായപാത്രം കൈയോടെ തന്നെ കഴുകി വെച്ചു. ഇനി ഇഡ്ഡലിക്കായിട്ട് ഇതേ തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഡ്ഡലി തട്ട് ചെറുതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ നിറച്ചൊഴിക്കില്ല. അത് പൊങ്ങി വരുമ്പോൾ മുകളിലുള്ള തട്ടിലേക്ക് തട്ടും. മുമ്പൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പച്ചരിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ അരച്ച് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പച്ചരിയൊക്കെ കഴിഞ്ഞ് ഇനി നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പിന്നെ ഇൻസ്റ്റൻറ്റ് ദോശമാവ് മേടിച്ചു. അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ ചുടുന്ന സമയം കൊണ്ട് ചായയുടെ മക്കളുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി മക്കളെ വിളിക്കാൻ സമയം. അവരെ വിളിച്ചില്ലെങ്കിൽ അവർ ആ ഒരു ടൈം ആകുമ്പോൾ എണീറ്റ് വരും കേട്ടോ. രാവിലെ എണീച്ച് വന്നാൽ അവർക്ക് ഇത്തിരി ഒരു പുന്നാരൊക്കെയാണ്. അങ്ങനെ ഇത്തിരി നേരം പുന്നാരവും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി പല്ലൊക്കെ തേക്കുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ സെറ്റ് ഇഡ്ഡലിയൊക്കെ എടുത്ത് അടുത്ത സെറ്റ് ഒഴിച്ചു വെച്ചു കേട്ടോ. നമ്മൾ 2 സെറ്റ് ഒഴിക്കുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വൈകിട്ട് മക്കൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കും. അതിനിടയ്ക്ക് തന്നെ ഞാൻ ചമ്മന്തിക്ക് വേണ്ട തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോകുമ്പോഴാണ് മോൻ വന്ന് ബോട്ടിൽ വെള്ളം നിറച്ച് തരുമെന്ന് പറയണത്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ വെള്ളം തലേദിവസം രാത്രി തിളപ്പിച്ച് വെക്കും. അപ്പോൾ രാവിലെ പിന്നെ പെട്ടെന്ന് പകർത്തി കൊടുത്താൽ മതിയല്ലോ, അങ്ങനെ ചൂടും ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ മുഴുവനായിട്ട് കുടിക്കും, ചില ദിവസങ്ങളിൽ പകുതി വെള്ളവും തിരിച്ച് കൊണ്ടുവരുന്നതാണ് കേട്ടോ. മക്കൾ രണ്ടുപേരും സർക്കാർ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ലഞ്ച് അവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ലഞ്ച് കഴിക്കുന്ന പ്ലേറ്റാണിത്. അതിപ്പോൾ രാവിലെ രണ്ടുപേരും അവരവരുടെ പ്ലേറ്റ് കഴുകിയിട്ട് എടുത്തോളും. അങ്ങനെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. കടുകൊക്കെ താളിച്ച് ചമ്മന്തി സെറ്റാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി മക്കളെ റെഡിയാക്കിയാൽ മതി. മോന് ഇന്ന് മാത്രം ഞാൻ ചെയ്തു കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവർ തന്നെ ചെയ്തോളും. തിങ്കൾ മുതൽ വെള്ളി വരെ അവർ തന്നെയാണ് കുളിക്കുന്നത്. ശനിയും ഞായറും ഞാൻ കുളിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ്. എത്രയൊക്കെ നമ്മുടെ മക്കളാന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്യാൻ അവർ പഠിക്കണമല്ലോ. കാരണം ഒരു ദിവസം നമ്മളില്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റണ്ടേ. അപ്പം മോളുടെ കുളിയും കഴിഞ്ഞു. നമ്മുടെ റൂഫിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അങ്ങനെ രണ്ടുപേർക്കും ചായയൊക്കെ അതേ ചൂടാറ്റി ഇവിടെ പകർത്തി വെച്ചിട്ടുണ്ട്. മക്കളും ചായ ഒരുമിച്ചാണ് ചായ കുടിക്കാറ്. ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പതിയാണ് കേട്ടോ ചായയൊക്കെ കുടിക്കുകയുള്ളൂ. അപ്പം ക്യാമറ ഓണാക്കി വെച്ചത് കണ്ടപ്പോഴുള്ള ആക്ഷൻസൊക്കെയാണ് കണ്ടത്. അങ്ങനെ ചായ കുടിക്കുകയാണ്. മക്കൾക്ക് ഞാനിന്ന് വാരിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ വാരിക്കൊടുക്കും, ചില ദിവസങ്ങളിൽ അവർ തന്നെ തിന്നും കേട്ടോ. അപ്പോൾ മോളത് സിബൊക്കെ ഇടാനായിട്ട് മോൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ പരസ്പരം ഹെൽപ്പൊക്കെ ചെയ്തിട്ട് തന്നെയാണ് റെഡി ആവാറ്. അങ്ങനെ മോക്കും മോനും രണ്ടുപേർക്കും ചായയൊക്കെ വാരിക്കൊടുത്തു. ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് മോളുടെ മുടി കെട്ടണം, കണ്ണെഴുതണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മോളുടെ മുടി ഞാൻ മുമ്പ് ഫ്രണ്ടിലിങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഏകദേശം വലുതായി വന്നിട്ടുണ്ട്. പിന്നെ ഇനി എങ്ങനെ വെട്ടണ്ടെന്ന് വിചാരിച്ചു, കാരണം വലുതാവില്ല. ഇനി മറ്റു മുടിയുടെ ഒപ്പം തന്നെ അങ്ങ് വളർന്ന് വരട്ടെ എന്ന് വിചാരിച്ച് അതങ്ങനെ ഞാൻ സൈഡിലോട്ട് ഒതുക്കി വെച്ച് കൊടുക്കും. അപ്പം അവൾക്ക് സെൻട്രൽ പാർട്ടീഷൻ എടുത്താൽ വലിയതായിട്ട് ചേരില്ല കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിലൊന്ന് ജസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യാറ്. ഇങ്ങനെ 2 ഭാഗത്ത് മുടി കെട്ടണമെന്ന് സ്കൂളിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് കാണാനൊരു ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ കെട്ടി പോകുന്നതായിട്ട് അവൾക്കും ഇഷ്ടമാണ്. പിന്നെ മുടി ജട പിടിക്കാതിരിക്കുമല്ലോ. അപ്പം ഇന്നലെ കെട്ടിക്കൊണ്ട് പോയ റിബൺ അഴിഞ്ഞു പോയിട്ട് കൂട്ടുകാർ കെട്ടിത്തന്നു. ഇന്ന് ടൈറ്റിൽ കെട്ടണമെന്നൊക്കെയാണ് മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ 2 സൈഡ് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഷാദേ പിറകിൽ കാറ്റുള്ളതുകൊണ്ട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ ഒന്ന് തുടച്ചിട്ടതാണ്. അപ്പം ചൂടെടുത്തപ്പോൾ ആശാൻ കാറ്റ് കൊള്ളാൻ വന്നതാണ്. അങ്ങനെ ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. എൻ്റെ മുഖഭാവമൊക്കെ ഭയങ്കര ഭീകരമായിട്ടൊക്കെ തോന്നും. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പം എൻ്റെ മുഖഭാവമൊക്കെ എങ്ങനെയൊക്കെയോ ആയിരിക്കും കേട്ടോ. അങ്ങനെ അതേ പോവാനായിട്ട് എല്ലാവരും ഇറങ്ങി. 3 പേരും ഒരുമിച്ചാണ് പോകാനിറങ്ങണത്. അപ്പം ഷാക്ക് അവരെ ബസ് കയറ്റി വിട്ടിട്ട് അതുവഴി അങ്ങോട്ട് പോവാമല്ലോ. അപ്പോൾ അതേ മക്കളുടെ ബസ് വന്ന് ഞാൻ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുവാണ്. താഴെ പോകേണ്ട ആവശ്യമില്ല, ഇന്ന് ചായ ഉണ്ടല്ലോ. അങ്ങനെ 2 പേരും ബസ്സിലേക്ക് കയറി പോയി. നമുക്ക് ഇവിടുന്ന് കാണാം പോണതൊക്കെ. അങ്ങനെ അവർ പോവുകയാണ്. ഇനി എൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞത് നല്ല മഴ കാരണം കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിതേ ബാൽക്കണിയിൽ തന്നെ ഇട്ടു. അവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്തിരി നേരം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ഫോണൊക്കെ നോക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചായയൊക്കെ കുടിക്കാൻ പോണത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ടിന് സ്ക്രാച്ച് പോലെ വരുന്നുണ്ടല്ലേ, എന്തോ ജലദോഷം കണ്ടു വരുന്നുണ്ട്, ആകെ ഒരു ഇറിറ്റേഷൻ.
അപ്പോഴാണ് ചട്ടിയിൽ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പോയി ഉപ്പിടാനൊന്നും വയ്യ, അങ്ങനെ തന്നെ കഴിച്ചു. പിന്നെ നമുക്ക് കുറച്ച് അലക്കാനായിട്ടുണ്ടായിരുന്നു, അങ്ങനെ അലക്കാനായിട്ട് ഇട്ടു. അത് അലക്കി അവിടെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത പണി ചെയ്യുമ്പോഴത്തേനും അതവിടെ അലക്കി കഴിയുമല്ലോ. അപ്പം ബാൽക്കണിയിലാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് കേട്ടോ ബാൽക്കണി. പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് പോയി ബെഡ്ഷീറ്റൊക്കെ കൊട്ടി വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ജനലൊക്കെ തുറന്നിട്ടു. ജനൽ തുറന്നിട്ട് നല്ല പൊടിയാണ് കേട്ടോ, താഴെ റോഡായതുകൊണ്ട്. എന്നാലും നമുക്ക് ഒരു ശ്വാസം മുട്ടലാണ് ജനലൊക്കെ അടച്ചിട്ടിരിക്കുമ്പോൾ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ കിടക്കും കേട്ടോ. മക്കൾ വന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ രൂപം നേരത്തെ കണ്ടതിനേക്കാളും ഭീകരമായിരിക്കും. പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടു. തുണി അപ്പോഴത്തേനും നമ്മുടെ വെയിൽ കൊണ്ടപ്പം ഞാൻ പറയില്ല, നല്ല വെയിലായിരുന്നു. തുണിയൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് മടക്കി എടുത്തു വെച്ചു. നെക്സ്റ്റ് പരിപാടി ക്ലീനിങ് ആണ്, അടിച്ചു വാരിയിട്ട്. അപ്പോൾ ഇന്ന് തുടക്കില്ല, ഞാൻ ഡെയിലി തുടക്കില്ല കേട്ടോ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ തുടക്കുകയുള്ളൂ. കാരണം സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല. അവരാകെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ സ്കൂൾ കിട്ടുന്ന മദ്രസ്. അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാനൊക്കെ ഇരുന്ന് കളിക്കാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് അത്ര തറ മുഷിയില്ല കേട്ടോ. പിന്നെ പുറത്തെവിടെയും പോകണില്ലല്ലോ. വെക്കാനായിട്ട് അതേ കുക്കറിനകത്താണ് ഇടുന്നത്. കുക്കറിനകത്താട്ടോ ഞാൻ ചോറ് വെക്കണത്, ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും പറയും കുക്കറിൽ ചോറ് വെച്ചാൽ കുഴഞ്ഞൊക്കെ പോകുന്നു. പക്ഷേ എനിക്കങ്ങനെ വരാറില്ല. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടാണ് അരി ഇടുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇന്ന് തോരൻ വെക്കാനായിട്ട് അച്ചിങ്ങ കേട്ടോ. അച്ചിങ്ങ ഇന്നലെ കൊണ്ടുവന്നാണ്, നല്ല നാടൻ അച്ചിങ്ങ. അങ്ങനെ തോരനും വെച്ചു. കറി നമ്മുടെ ഇന്നലത്തെ മീൻ കറിയുടെ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കറി വെച്ചില്ല. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ചോറും കറിയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വൈകിട്ടത്തേക്ക് ചായക്ക് വേണ്ടി പഴംപൊരിക്കുള്ള കൂട്ടും റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട്, കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടായപ്പോൾ മക്കൾ വന്നപ്പോൾ പഴംപൊരി പൊരിച്ച് ചായയും കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.